പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവം കുടുംബങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മുടെ പിതാവായ ദൈവം ആദ്യം ഈ ഭൂമിയിൽ മറ്റ് സൃഷ്ടികർമ്മങ്ങൾ നടത്തിയതിന് ശേഷം ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുന്നുണ്ട്. ആദത്തെയും ഹവ്വായെയും ഒരുമിച്ച്, പിന്നീട് കായേലും ആബേലും ഉണ്ടാകുന്ന ഒരു കുടുംബത്തിന് ദൈവം ഒരു ഫോർമേഷൻ കൊടുക്കുകയാണ്. ദൈവത്തിന് കുടുംബത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അച്ഛൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കുടുംബത്തെ ഈശോ കരുതുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയും പ്രകാരമാണ് ഓരോ കുടുംബങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദത്തെയും ഹവ്വായെയും ഒരു കുടുംബം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടുംബമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോക്കി, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തിരുക്കുടുംബത്തിലെ അംഗമായിരുന്നു. കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. പിന്നെ കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം എന്നാണ് യോഹന്നാൻ പറയുക. ആ അടയാളം എന്തായിരുന്നു? കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവും ശിഷ്യന്മാരും ഈശോയും കൂടി ചെന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിലൊരു അരക്ഷിതാവസ്ഥയുണ്ടായപ്പോൾ കർത്താവ് നിറച്ചു കൊണ്ടുവന്ന 6 കൽഭരണികളിലും വെള്ളത്തെ ആശീർവദിച്ച് വീഞ്ഞാക്കി മാറ്റി. ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ആ ഒരു സന്ദിഗ്ധാവസ്ഥയിൽ ആശ്രയമായ കർത്താവ് മാറി എന്നുള്ളതാണ്. കുടുംബത്തിൽ ആദ്യത്തെ അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചു. പിന്നെ കർത്താവ് ഒത്തിരി കുടുംബങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ലാസറിൻ്റെ ബെഥനിയായുള്ള ഭവനം കർത്താവ് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ആശ്രയമായിരുന്നു. കർത്താവിൻ്റെ ഒരു അഭയ കേന്ദ്രമായിരുന്നു അത്. പിന്നെ സക്കേവൂസിൻ്റെ ഭവനത്തിൽ കർത്താവ് ചെന്നിട്ടാണ് സക്കേവൂസ് മാനസാന്തരപ്പെടുന്നതും സക്കേവൂസിന് കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ. കുടുംബങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇനി ഈശോ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ ഈശോയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? പ്രാർത്ഥന കൊണ്ടാണ്. കുടുംബ പ്രാർത്ഥനകൾ, നിത്യം കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അമ്മമാരും അപ്പച്ചന്മാരും മക്കളും ഒക്കെ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെട്ട് കഴിയുമ്പോൾ ഈശോയുടെ അനുഗ്രഹം കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, അസ്വസ്ഥതകൾ, വേദനകൾ, നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകൾ എല്ലാം ഈശോനാഥൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തു പരിപാലിക്കണമേ എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.